ഹലോ മച്ചാമാരെ, ഇന്ന് നമ്മൾ ഒരു ബാത്റൂമിൻ്റെ ഇതാണ് ചെയ്താൻ പോണത്. ഒരു ബാത്റൂം, രണ്ട് ബാത്റൂം എത്ര ടൈമിൽ ഫിനിഷ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം. നമ്മൾ ആ ഭാഗമാണ് തേപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഭാഗം അടിച്ച് ഈ ഭാഗം അടി കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, ബാത്റൂമിൻ്റെ പണിയുണ്ട്. ഇനിയിപ്പോൾ ഈ മതിലാണ്, ഈ കാണുന്ന മതിൽ പിന്നെ അടിയിൽ പോയിൻ്റൊക്കെ ചെയ്തിട്ട് വേണം അടിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പോയിൻ്റൊന്നും ചെയ്യാതെ ഡയറക്റ്റ് അടിച്ച് കുറച്ചൊക്കെ ഡിസൈനാണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് മണ്ണൊക്കെ നീക്കാനോ കല്ലൊക്കെ എടുത്തിടാനും അങ്ങനത്തെ കുറേ പണികളുണ്ട്. മണ്ണൊക്കെ നമ്മളെ നേരെ കുറേയൊക്കെ നീക്കും. പുറത്ത് സെൻട്രിങ്ങറുണ്ട്. സെൻട്രിങ്ങിന് അവിടെ പിന്നെ അവിടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു സ്ലാബ് ഇടുന്നുണ്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പണിക്കാർ ലാസ്റ്റ് അങ്ങോട്ട് പോരുന്ന ടൈമിലാണ് അവരിവരെ പണിയെടുത്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തകൃതിയിൽ ബോർഡർ കട്ട് ചെയ്യുക. ബോർഡർ കട്ടിങ് പറഞ്ഞാൽ അവിടെ 2 കോൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ചെറിയ വളവുണ്ട് മതിലിന്. അത് കട്ട് ചെയ്തിട്ട് ഈ ഭാഗം എങ്ങനെയാണ് കട്ട് ഫസ്റ്റ് തേപ്പ് കഴിഞ്ഞ് ഉള്ള മഴ വരും എന്ന് കരുതിയിട്ട് നമ്മൾ പേപ്പർ ഇതൊക്കെ ഇട്ട് അപ്പം പിന്നെ നമ്മൾ അതിൻ്റെ താഴ്ഭാഗമാണ് അടിക്കാനുള്ളത്. അത് ഫുള്ളടിച്ച് ഉയരൊക്കെ കെട്ടി അടിയാണ്ട് തുടങ്ങുമ്പോൾ പിന്നെ ചില്ലറ വർത്തമാനങ്ങളും കാര്യങ്ങളും തമാശകളും പണി അവിടെ നടക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ നമ്മളെ ഹെൽപ്പറൊന്നും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. അപ്പം നമ്മൾ തന്നെ ഇറങ്ങിയെടുക്കേണ്ടി വരും. ഹെൽപ്പർ ഹിന്ദിക്കാരത് ആയതുകൊണ്ട് കുറച്ചൊക്കെ ഓല് കേൾക്കും. ബാക്കിയൊക്കെ നമ്മളെ നല്ലൊരു പണിക്കാരനായിരുന്നു ഓന്. അപ്പൂസ് എന്നാണ് ഒരു പേര്. അപ്പോൾ ഓന് ഫുള്ള് നല്ല സ്പീഡൊക്കെ തന്നെയാണ് അവന്. അപ്പോൾ ആ ഭാഗം ഇങ്ങനെ അടിയാണ്ട് കഴിഞ്ഞിട്ട് അത് തള്ളിയിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ കുറച്ച് പാതകം കയറലും പാതകമല്ല, അതിൻ്റെ താഴത്തേക്ക് കുറച്ച് ക്ലൈൻറ്റിൻ്റെ ആവശ്യം പ്രകാരമാണ് നമ്മൾ കുറച്ചും കൂടി താഴത്തേക്ക് മണ്ണെടുത്തിട്ട് അതിൻ്റെ അടിഭാഗം വരെ തേക്കാന്നുള്ള ഏകദേശം നിലധാനം നോക്കിയിട്ട് പാതകത്തിൻ്റെ ഹൈറ്റ് വരെ നമ്മളവിടെ നിന്ന് വാട്ടർ ലെവൽ ചെയ്തിട്ട് നോക്കിയിട്ട് അപ്പോൾ കുറച്ചും കൂടി താത്താണ്ടായിരുന്നു. അങ്ങനെ താത്താന്ന് പറഞ്ഞാൽ തേപ്പും ഈ മണ്ണ് മാന്തലൊക്കെ പാടി ഭയങ്കര ഈ പിന്നെ നമ്മൾ കൈക്കോട്ടിൻ്റെയും പിക്കാസിൻ്റെയും പണിയെടുക്കാത്തതുകൊണ്ട് നമുക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. ഈ കള്ളിക്കൂടും ഇതൊക്കെ പാടി തേച്ച് അതിൻ്റെ മേലെ ബോർഡറൊക്കെ വെക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് ഗ്രൗട്ടൊക്കെ കണ്ട് ഗ്രൗട്ട് ഒഴിച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മൾ കുമ്മായ അടിക്കൽ. അപ്പോൾ ഫസ്റ്റ് ഗ്രൗട്ടാണ്ട് ഒഴിച്ച് വെച്ചാൽ സാധനം സെറ്റാവും. ഈ കുമ്മായ നമ്മൾ ഹെൽപ്പർ കൊണ്ടുവന്ന് നിന്നിട്ട് വേണം. കുമ്മായ റെഡിയായി, ഇനി അടി തുടങ്ങി. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ പണി. വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് ഒന്നും. അടിയത്തെ മതിൽ കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് കുറച്ച് റിസ്ക് തന്നെയാണ്. അതും റിസ്ക് ഒന്നുമല്ല, നമ്മൾ ടൈറ്റാണ്ട് അടിച്ചാൽ അവിടെ സെറ്റാവും. എന്താ പറയുക, നമ്മളെ ഹെൽപ്പർ നല്ല സ്പീഡായതുകൊണ്ട് അതിൻ്റെ ബാക്ക് സൈഡും തേക്കുന്നുണ്ട്. ബാക്ക് സൈഡ് ഒരാളുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ്ട് കുമ്മാണ്ട് റെഡിയാക്കി കൊടുക്കും.
അപ്പം അതാണ്. അങ്ങനെ അങ്ങനെയാണ്ട് നമ്മളെ പണി ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ നീങ്ങും. അപ്പോൾ അടി നല്ല തകൃതിയിലാണ്ട് കേൾക്കും. അടിയാണ്ട് കഴിഞ്ഞ് പിന്നെ കോലിട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അടിക്കലും കോലിടലും ഒക്കെ നമ്മളാണ്. വൈകുന്നേരം പൈസ അങ്ങനെ നമ്മളാണ്. അതുകൊണ്ട് നല്ല സന്തോഷമാണ്. അപ്പം നമ്മളെ വർക്കിന് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോണ്ടി. അതിൻ്റെ നമ്പറൊക്കെ താഴെ നമ്മൾ കൊടുക്കും. നമ്മളെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വർക്ക് എടുക്കും. ലോങ്ങൊന്നും പോയിട്ട് അങ്ങനെ വർക്ക് ഇപ്പം ചെയ്യാറില്ല. ആദ്യം ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കള്ളിക്കൂട് തേപ്പായി പ്ലേറ്റ് ഇട്ട് വലിച്ചാണ്ട് നിയാസാണ്. നിയാസ് സ്റ്റേജ് ഇടാതെ ചെയ്യാനും പറ്റില്ല. നല്ല ഹൈറ്റ് ഉണ്ട് സാധനം. ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് സ്റ്റേജ് ഇടേണ്ടി. വർക്കിൻ്റെ കാര്യം പിന്നെ ആർക്കെങ്കിലും ഇതുമായിട്ട് മതിലൊക്കെ വർക്ക് ചെയ്യാണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നമ്മൾ ചെയ്ത് കൊടുക്കും. നല്ല വെടിപ്പായിട്ട് നല്ല സ്ട്രോങ്ങിൽ പൊട്ടൊന്നും വരാത്ത രൂപത്തിൽ നമ്മൾ ചെയ്യും. അതാണ് നമ്മളെ പണി. പണി ഇഷ്ടപ്പെട്ടാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അതാണ് ഇപ്പം എല്ലാവരോടും പറയാനുള്ളത്. ചാനൽ സപ്പോർട്ട് ചെയ്യണം. അതേമാതിരി ഇതിൻ്റെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യുക. ഇതാണ് സ്പീഡാക്കി എടുക്കാനും പറ്റില്ല. കാരണം വെച്ചാൽ കള്ളി ഒരേ അളവായിരിക്കണം, തൂക്കമായിരിക്കണം, മേൽഭാഗം വാൾ ലെവലായിരിക്കണം. അത് നമ്മൾ പിന്നെ ഫസ്റ്റ് വാൾ ലെവൽ ചെയ്തതിൻ്റെ ലെവൽ നോക്കിയിട്ട് അവിടുന്ന് ജാഡു പീസ് ഒരു ഈർക്കലിൻ്റെ കഷ്ണം എടുത്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത് വാൾ ലെവൽ ചെയ്ത് നൂലടിച്ചിട്ടുണ്ട്. അതിമന്ന് ഈർക്കിലിട്ട് തോത് നോക്കിയിട്ട് കറക്റ്റ് മേലായി പിടിക്കുകയാണ്. അപ്പോൾ കറക്റ്റാണോ? പിന്നെ അതിൻ്റെ സൈഡ് കിട്ടുക. അതാണ് വീട് കണ്ടില്ലേ? കള്ളിക്കൂട് തേക്കണമെങ്കിൽ തൂക്കം വേണം. അതിൻ്റെ ഉള്ളിൽ തൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മൾ ചെയ്യുന്ന പണി നല്ല വൃത്തി ചെയ്തുകൊണ്ട് പിന്നെ എന്താ പറയുക, അയ്യെന്ന് പറയരുതല്ല. നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടാലേ നമുക്ക് വീണ്ടും വേറൊരു വർക്ക് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന പണി നല്ല വൃത്തിയായിട്ട്. ഇതിൻ്റെ ലാസ്റ്റ് മുഴുവൻ വർക്കും ചെയ്തത് ഇതിൽ തന്നെ ഉണ്ട്. നമ്മൾ ഈ ഇപ്പം ചെയ്യണ വർക്കും മൊത്തമായിട്ടുള്ളത്. കയ്യും കടയും കാലും കടയും. കാലടഞ്ഞിട്ടാണ് ഇപ്പം ഇരിക്കേണ്ടത്.
ഹൈറ്റിൻ്റെ മുകളിലിരുന്ന് കണ്ട് നമ്മൾ ചെയ്യണം. അതിൻ്റെ അടിയിൽ ഓരോ ഭാഗങ്ങൾ ഉണങ്ങും. അപ്പോൾ ബ്രഷും വെള്ളം കൂടി, ബ്രഷും വെള്ളം ഏത് നേരം വേണം. അപ്പം കള്ളിക്കൂടെ ഏകദേശം അതിൻ്റെ പണി കഴിയാറായി. 3 കള്ളി ഞാനും പകുതി വേണം, അങ്ങനെയാണ്. ഇതിൻ്റെ പേരാണ് തൂക്കി തേപ്പ്. തൂക്കം കിട്ടിയിട്ടില്ല. ബാക്ക് സൈഡൊന്നും ചിലയിടത്തൊന്നും തൂക്കം കിട്ടിയിട്ടില്ല. അപ്പം പിന്നെ തൂക്കം കിട്ടാത്ത പിന്നെ നമ്മൾ നമുക്ക് മെനക്കെടില്ല. തൂക്കം അത് കിട്ടിപ്പിച്ച് തൂക്കി ചെയ്യുകയാണെങ്കിൽ അപ്പം എന്താണെന്ന് പറയാം, ഒരുപാട് കുമ്മായം കനം വരും. കുമ്മായം കനം വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരും. അപ്പോൾ തൂക്കാനുള്ള ഭാഗം ഫ്രണ്ടേൽ ഫുള്ള് തൂക്കി തേപ്പാണ്. മതിലും പില്ലറും കാലുകളൊക്കെ ആണ്. ഉമേറാണത്. ഉമേർ പണി ഒന്ന് ഇടക്കും തലക്കൊക്കെ ഒന്ന് വീക്ഷിക്കാൻ വരും. പുള്ളിക്കാരൊന്ന് വന്ന് നോക്കിയാണ്ടാണ് പോകുന്നത്. പുള്ളിക്കാരന് പിന്നെ ഹിന്ദി അറിയണതുകൊണ്ട് നമ്മൾ ഹെൽപ്പറോട് കുറേ ഹിന്ദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ എന്തൊക്കെയാ ചോദിക്കണതാണ്. അപ്പോൾ നമ്മൾ കേട്ട് നമുക്കാണ് ഹിന്ദി അറിയില്ല. ആകെ അറിയുന്നത് പച്ച മലയാളമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഹിന്ദിക്കാർ നമ്മളെ മലയാളം പഠിക്കും, അത്രയും അവർ ഹിന്ദി പഠിക്കണ വട്ടയ്യ. ഹലോ മച്ചാന്മാരെ, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട്, തേപ്പിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഭാഗമാണ് ഇന്ന് തേക്കാനുള്ളത്. നമ്മൾ ആദ്യം ഫുള്ള് സെറ്റ് ചെയ്ത് മസാലയൊക്കെ റെഡിയാക്കി. മസാല എന്ന് പറഞ്ഞാൽ കുമ്മായം, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഫുള്ള് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ തേക്കാനുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ ഉയരൊക്കെ കെട്ടി, രാവിലെ തന്നെ വന്നാണ്ട് ഉയരൊക്കെ കെട്ടി ഫുള്ള് സെറ്റാക്കി നമ്മൾ തേപ്പ് തുടങ്ങാനുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ഇതൊക്കെ ഇന്നലെ തേച്ചതാണ്, ആ ബാത്റൂമും കാര്യങ്ങളൊക്കെ. ഗ്രൗട്ടൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുള്ള് സെറ്റാക്കി നിർത്തി. അപ്പോൾ നമ്മൾ തേപ്പ് ഏകദേശം കഴിഞ്ഞ്, നമ്മൾ തേപ്പ് കഴിഞ്ഞ് കട്ടിങ് ആണ്. അതിൻ്റെ മേലെ ടോപ്പ് ബോർഡറൊക്കെ വെച്ച് ബോർഡർ കട്ടിങ് ആണിത് നമ്മൾ ചെയ്യുന്നത്. ബോർഡർ കട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ചെറിയ വളവുണ്ട് ഈ മതിലിന്. അപ്പോൾ അതിന് ഭയങ്കര റിസ്ക്കാണ്. ഈ വളവുള്ളടത്ത് നമ്മൾ 2 അടിക്കോൽ വെച്ചിട്ട് നമുക്ക് വെട്ടാൻ കഴിയുള്ളൂ. വളവുള്ള മതിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ബോർഡർ വെട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് സെറ്റാണ്. അപ്പോൾ ബോർഡർ വെട്ടണതിൻ്റെ ഇടയിലാണ് നമ്മളെ ഓണറെ പിന്നെ അസിസ്റ്റൻ്റ് ഇവിടെ വന്ന് നോക്കി വർക്ക് നടക്കണ്ടെന്നൊക്കെ നോക്കാനാവും. എങ്ങനെയായാലും നമ്മളെ വർക്ക് ഇങ്ങനെ എടുത്താണ്ടിരിക്കും. അതിൻ്റെ ഇടയിലേക്ക് കുറച്ച് വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഗേസ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് തേപ്പ് കഴിഞ്ഞ് ഫുള്ള് മഴ വരും എന്ന് കരുതിയിട്ട് അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ബോർഡറിൻ്റെ പണി ബോക്സ് തേച്ച് കഴിഞ്ഞ് ബോർഡർ വെക്കാനുള്ളത്.
ബോർഡറിൻ്റെ പണി പറഞ്ഞാൽ അതൊക്കെ അറിയാമല്ലോ, അധികം നീങ്ങൂല. ബാക്ക് സൈഡ് പോലെ തേക്കുണ്ട്. നമ്മൾ ബോർഡർ വെക്കുക, അല്ല നമ്മളല്ല, ഞാൻ ബോർഡർ വെക്കുക, കട്ട് ചെയ്യുക. വണ്ടിയില്ല, ബോർഡറും തൂക്കണം, എല്ലാം തൂക്കണം. തൂക്കിയിട്ടെങ്കിൽ ചെരിഞ്ഞിക്കും. ചെരിഞ്ഞെന്നാൽ എന്താ പറയുക, അവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ. ഹലോ ഗേസ്, ഇന്നത്തെ വർക്ക് ഇതാണ്. ഇന്ന് ബോർഡർ വെക്കലായിരുന്നു. ബോർഡർ വെക്കലും അതിൻ്റെ ബാക്ക് സൈഡ് തേക്കലും പാടിയായിരുന്നു ഗേസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. കൂടെ ലൈക്കും കമൻറ്റൊക്കെ ഇടാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരാണെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക. ഇന്നിങ്ങനെ ഈ ഭാഗം ഇങ്ങനെ തേച്ച് രണ്ടാളിങ്ങനെ തേപ്പ് പക്കയാണ് രണ്ടാളി. അപ്പോൾ ഓക്കെ, അടുത്ത തേപ്പുമായിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. ഇന്നത്തെ പണി ഇവിടെയാണ്. ഇത് പിന്നെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് പിന്നെ കാര്യമായിട്ട് എന്താ പറയുക, കാര്യമായിട്ട് വലിയ എന്താ പറയുക, തൂക്കം കാര്യങ്ങളൊന്നും വേണ്ട. നല്ല ഉണക്കായതുകൊണ്ട് പൈപ്പിൽ വെള്ളം ഇതാക്കിയായിട്ട് തൂറ്റിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചില മതിൽ അല്ലാണ്ട് ഉണക്കാണ്ട്. അപ്പം അത് വെച്ചാൽ നമ്മൾ പിന്നെ ബ്രഷും വെള്ളം കൊടിയുന്നതിന് അതിലേക്ക് പൈപ്പത്ത് വെള്ളം തൂറ്റിച്ചാൽ കുറേയൊക്കെ ഉണക്കവിടെ നിൽക്കും. അപ്പം എല്ലാ ഭാഗമായിട്ട് തൂറ്റിച്ച് പിന്നാണ്ട് പലകിട, ഒറ്റ പലകിട. പിന്നെയും ഉണങ്ങുണ്ടായി പിന്നെയും പൈപ്പിൽ വെള്ളം തൂറ്റിക്കുക. അതന്നെ പരിപാടി. മോനോടെ ഫില്ലർ അന്നൊക്കെ നമ്മളോട് പലകെട്ട് ഇങ്ങനെ പോയാൽ മതി. ബാക്കിയൊക്കെ ഇങ്ങനെ നോക്കിക്കോളും. ഫില്ലറും കാര്യങ്ങൾക്കൊക്കെ ഓനെൻ്റെ സ്പീഡാണ്. മതിലിനും സ്പീഡില്ലായിരുന്നല്ലോ, മതിലിനൊക്കെ നല്ല സ്പീഡാണ്. എൻ്റെനെക്കാട്ടി സ്പീഡാണ്. നമ്മൾ ഹെൽപ്പറൊക്കെ പോണു. ഇതൊരു കലയാണ്, തേപ്പ് എന്ന് പറഞ്ഞൊരു കല. ഈ കല സ്പീഡായാൽ കലയോണ്ട് കലാവും. കല മീൻസ് മനസ്സിലായില്ല, മതിൽമുള്ള ലൈറ്റ് എത്തിച്ചാലുള്ള കലയാണ്. അപ്പോൾ സ്പീഡ് കുറച്ച് ചെയ്യുമ്പോൾ ഒന്നും പാടി നന്നാക്കി തേക്കാം. സ്പീഡ് കൂടിയാൽ പണിൻ്റെ ചൊറുക്ക് പറയും, അഥവാ പണിച്ചൊറുക്ക് പറയും. സ്പീഡ് കൂടിയാൽ, സ്പീഡ് കുറവാണെങ്കിൽ പണിച്ചൊറുക്ക് കൂടും. ഉമ്മ ഇങ്ങനെ കൊണ്ടുവരും, ഓൻ തന്നെ അടിക്കൂട്ടാ. നമ്മളെ ഹെൽപ്പർ അരുവിലൊക്കെ ഒറ്റക്ക് തന്നെ അടിക്കുവാണ്. ഇതൊന്ന് സ്പീഡാക്കാൻ കാരണം വെച്ചാൽ, വീഡിയോ ഒന്ന് സ്പീഡാക്കിയത് എന്താ വെച്ചാൽ കുറേ മിനിറ്റുള്ള വീഡിയോസാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഈ കോലത്തിലാക്കിയ ചിലയിടത്ത് കുറച്ച് കനം ഉണ്ടാവും, ചിലയിടത്ത് കനം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ പറയും. അതിൻ്റെ പിന്നെ ഉൾഭാഗം പുറഭാഗമൊക്കെ നല്ല പടവൊക്കെ തന്നെയാണ്. നല്ലപോലെ തേക്കാൻ പറ്റി. അധികം റിസ്ക് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഉണക്കം കുറച്ച് ഉണ്ടായിരുന്നു. ഉണക്കം ഉണ്ടെങ്കിലും
മുടക്കണ്ട. അപ്പോൾ അതന്നെ ബ്രഷും വെള്ളം അല്ലെങ്കിൽ ആ പൈപ്പും വെള്ളാണ്ട് ആണ്ട് പിടിച്ചാണ്ട് ക്ലിയറാവും. ചിലപ്പം പലകെട്ട് ഇങ്ങനെ പോയാൽ മതി, ബാക്കിയൊക്കെ ഓനിങ്ങനെ ഒന്ന് പ്ലേറ്റ് ഇടണം. ലാസ്റ്റ് ഫിനിഷിങ് മുമ്പിലൊക്കെ ഓൻ തന്നെ ചെയ്യും. വേണ്ട, നല്ല ഉണക്കാണ്. ഉണക്കായതുകൊണ്ടാണ് ഇപ്പോൾ വേണ്ട പൈപ്പും വെള്ളൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. നമ്മളെങ്ങനെ പണിയെടുത്തിട്ടെന്താ, ആൾക്കാർക്ക് നമ്മളെ പറ്റണ്ടേ. ഇന്നത്തെ വർക്ക് അപ്പം ഈ ഭാഗം അങ്ങനെ കഴിഞ്ഞ് ബോർഡർ വയ്ക്കലും അടിഭാഗം മേൽഭാഗമൊക്കെ അതാണ്ട് കഴിഞ്ഞ് ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാണ്ട് ഫിനിഷിങ് ആക്കി. ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു, ജുമാനുള്ള ദിവസമായിരുന്നു. നമ്മൾ പള്ളിക്ക് പോയി ഭായിനെ അവിടെ ഇരുത്തി. അപ്പോൾ ഗേസ് നമ്മളെ മതിലിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞ്, മതിലിൻ്റെ തേപ്പ് അവിടെ വീട്ടിലുള്ള ഫുള്ള് തേപ്പ് നമ്മൾ കഴിഞ്ഞ്. ഇന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു. പെയിൻറ്റിങ് ഏരുണ്ട്, പെയിൻറ്റിങ് ഏര് ഒരു വശത്തുണ്ട്. അതേമാതിരി പിന്നെ എന്താ പറയുക, പിന്നെ കൊത്തലേരുണ്ട്, അഥവാ നാടൻ പണിക്കാരുണ്ട് ഒരു സൈഡിൽ. പിന്നെ അതേമാതിരി ഷീറ്റിൻ്റെ വർക്കേരുണ്ട്, അതുപോലെ ജിപ്സം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണവരുണ്ട്. അങ്ങനെ കുറേ പണിക്കാരുണ്ട് ഇവിടെ. അപ്പം നമ്മൾ ഈ മതിലിൻ്റെ ലാസ്റ്റ് ഫൈനൽ ദിവസമായിരുന്നു ഇന്ന്. അപ്പം എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞത് ഒന്ന് കാണിച്ചു തരുന്നു. സീറ്റിൻ്റെ വർക്ക് മേലെ അടക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഈ ഭാഗമൊക്കെ തേച്ച് കഴിഞ്ഞ് ഫുള്ള് ബാക്കും ഫ്രണ്ടും ഇത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്ന ആ ഭാഗങ്ങളാണ് ഇതൊക്കെ. ഈ സൈഡ് മൊത്തം കഴിഞ്ഞു. ഈ വീടിൻ്റെ ഉള്ളിലൊക്കെ നല്ല വർക്കുണ്ട്, ജിപ്സം മോഡലും ഫുള്ള് ഡിസൈനിങ്ങും ഒക്കെയാണ്. വീടിൻ്റെ ഉള്ളിൽ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് ഭാഗത്ത്. ഇതാണ് വീടിൻ്റെ ഉള്ളിൽ. വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. റൂമും കാര്യങ്ങളൊക്കെയാണ്. ടൈൽസ് മാർബിളിൻ്റെ ഒക്കെ പണി, ഫിനിഷിങ് പണി കഴിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള ഫുള്ള് അത് കട്ടിലും കാര്യങ്ങളും. ഒരു അൽമറ, ഇത് കിച്ചണാണ്. ഇത് കോണി സ്റ്റെപ്പിലുള്ള ഹോൾസും കാര്യങ്ങളൊക്കെ കണ്ടില്ലാണ്. ഫുള്ള് എൻജിനീയറുടെ വർക്ക് പക്കയാണ്. ഇത് നമ്മൾ മേലെ മറ്റേ മഞ്ഞ കളറൊക്കെ അടിച്ച് ആ മരത്തിൻ്റെ ഡിസൈനായിട്ട് വരും. അതൊരു വീഡിയോ ഉണ്ടാവും. അതായി മഞ്ഞ പെയിൻ്റ് അടിച്ച് സംഗതി നല്ല ഉഷാറ് ഒരു വീടാണ്. മേലെ 2 റൂമായിട്ടുണ്ട്. ഫുള്ളല്ല ലൈറ്റും കാര്യങ്ങളും ജിപ്സും ബാത്റൂമൊക്കെ. ലൈറ്റൊക്കെ വരുമ്പോൾ നല്ല സെറ്റാവും. അപ്പം
എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. കൂടെ അതിൻ്റെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം. അതുപോലെ ഈ വീഡിയോക്ക് ഷീറ്റിൻ്റെ പണിക്കാരനാണ്. അത് ഒരു കുടുംബക്കാരെ ഏൽപ്പിച്ച വർക്കാണ്. ഒരു കമ്പിയൊക്കെ ഇട്ട് അവിടെ മഴവെള്ളം വീഴുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ്